അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സുന്ദരമായ മസ്ജിദിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടതായ സ്വർഗീയ ഭവനത്തിലും നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, കാരണവന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, കൂടപ്പിറപ്പുകൾ, ഈ പള്ളിക്ക് ചുറ്റിലുമായിട്ടുള്ള ഖബറുകളിൽ കിടക്കുന്ന ഖബറാളികൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നാമുമായി വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കുവാനും ആ ജീവിതം ഏത് സമയത്ത് പൂർണ്ണമായാലും അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിൽ, അല്ലാഹുവിന് ഏറ്റവും പിരിശപ്പെട്ട രീതിയിൽ വിട പറയുവാൻ പ്രപഞ്ചനാഥനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നസീബാക്കുമാറാവട്ടെ. ആമീൻ എന്നാമുഖമായി ദുആ ചെയ്യുകയാണ്. ഡിസംബർ 10 കഴിഞ്ഞ് 2 ദിവസമായി. ഡിസംബർ 10-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലോകവ്യാപകമായി ആഗോളതലത്തിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. 1948 ആഗോളാടിസ്ഥാനത്തിൽ പാരീസിൽ കൂടിയതായ ഒരു യോഗത്തിലാണ് മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ ചില നിയമങ്ങൾ പാസാക്കിയത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിൽ 1948 ഡിസംബർ 10-ന് നിയമം പാസാക്കുകയും പിന്നീട് 2 വർഷം കഴിഞ്ഞ് 1950-ലാണ് ആഗോളതലത്തിൽ ലോകവ്യാപകമായി മനുഷ്യാവകാശ ദിനം ആചരിക്കണമെന്ന നിയമവും വ്യവസ്ഥയും ഉണ്ടാക്കിയത്. മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ മനുഷ്യനായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് മുസ്ലിം ആയതിന്റെ പേരിലോ അല്ലെങ്കിൽ ഹൈന്ദവനായതിന്റെ പേരിലോ ക്രിസ്ത്യാനിയായതിന്റെ പേരിലല്ല, മനുഷ്യൻ എന്ന നിലക്ക് അവൻ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, കറുത്തവനോ വെളുത്തവനോ, വിദേശിയോ സ്വദേശിയോ, സമ്പന്നനോ, ആരുമാകട്ടെ, മനുഷ്യൻ എന്ന നിലക്ക് മിൻ ഹൈസു ഇന്നഹു ഇൻസാനുൻ എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ എന്ന നിലക്ക് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ചില അടിസ്ഥാന ഘടകങ്ങളും ആ അടിസ്ഥാന ഘടകങ്ങൾ വകവെച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു നിയമമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന, അത് UN അംഗീകരിച്ചിട്ടുള്ളതായ ഒരു നിയമവുമാണ്. UN അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ലോകവ്യാപകമായി ഒരു നിയമമായി തന്നെ നിലകൊള്ളും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ നിലക്ക് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ഡിസംബർ 10 ആചരിക്കണമെന്നും മനുഷ്യനായി ജീവിക്കുമ്പോൾ ഈ ലോകത്ത് അവന് എന്തൊക്കെ അവകാശങ്ങളും എന്തൊക്കെയാണ് എൻ്റെ അവകാശങ്ങൾ എന്ന് കൃത്യമായി മതാടിസ്ഥാനത്തിലല്ല മനുഷ്യ അടിസ്ഥാനത്തിൽ UN രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ജന്മനാ മനുഷ്യൻ സ്വതന്ത്രനാണ് എന്നുള്ളത്. ഒരാൾ ഇനി മുതൽ ഈ അംഗീകാരം വന്നത് മുതൽ ഇനി അങ്ങോട്ട് ജനിക്കുന്ന മുഴുവൻ മനുഷ്യരും ആരുടെയും, ഒരു മുതലാളിയുടെയും ഒരു കുടുംബത്തിന്റെയും ഒരു ഭർത്താവിന്റെയോ ഒരു ഭാര്യയുടെയോ ഒന്നും അടിമയായി ജീവിക്കാൻ ഉള്ളതല്ല. മനുഷ്യൻ ജന്മന അവൻ സ്വതന്ത്രനാണ്. അവന്റെ പേരിൽ ഒരു അടിമത്വവും എഴുതപ്പെടുകയില്ല എന്നുള്ളതാണ് ഒന്നാമതായി മനുഷ്യ അവകാശമായി UN അംഗീകരിച്ചിട്ടുള്ള സംഗതി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈയൊരു വ്യവസ്ഥിതിയെ മുന്നേ തന്നെ കണ്ടുകൊണ്ട്, അതായത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടുകൊണ്ട് അടിമ മോചനത്തിനെ വലിയ പ്രതിഫലമുള്ള അമലായി കൽപ്പിക്കുകയും
അതിനെ ഒരുപാട് പ്രേരിപ്പിക്കുകയും സഹാബാക്കളിൽ കൂടി തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന അടിമ സമ്പ്രദായത്തിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. സാന്ദർഭികമായി ഞാൻ ഉണർത്തി എന്നു മാത്രം. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെടുന്ന ആളുകളെ അടിമകളാക്കി വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇസ്ലാം അടിമത്വത്തിന് പ്രാധാന്യം നൽകുകയും മനുഷ്യനെ അടിമകളാക്കി വെക്കുന്നതിൽ ഇസ്ലാമിനൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്കവിടെ പറയേണ്ട ഒരു മറുപടി, അങ്ങനെയൊക്കെ നിയമങ്ങൾ, യുദ്ധ നിയമങ്ങൾ അത് ഇസ്ലാമിന്റെ മാത്രമായിരുന്നില്ല. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും അടക്കം അന്നത്തെ യുദ്ധ നിയമം എന്ന് പറയുന്നത് ഇരു കക്ഷികളും ഒരു പ്രദേശത്ത് തമ്പടിക്കുകയും ഒരു പ്രദേശത്തിന്റെ ഇരുഭാഗങ്ങളിലായി തമ്പടിക്കുകയും ആ യുദ്ധഭൂമിയിൽ ആദ്യമേ ഒരു സന്ധി കരാറിന് വേണ്ടി പരിശ്രമിക്കുകയും അതിന് തയ്യാറാകാതെ അതിന് ഇരുകൂട്ടരും സമ്മതിക്കാതെ വരുമ്പോ ആ യുദ്ധത്തിന് വന്നിട്ടുള്ള ആളുകളിൽ വാൾപ്പയറ്റ് അറിയാവുന്നവർ വാൾപ്പയറ്റിനിറങ്ങുന്നു. യുദ്ധം മറ്റെന്തെങ്കിലും പടയാളികൾ അതിന്റെ ശേഷം പയറ്റിനിറങ്ങുന്നു. മൽപ്പിടുത്തത്തിന് കഴിവുള്ള ആളുകൾ അതിനുശേഷം അവരുടെ അവസരത്തിൽ മൽപ്പിടുത്തത്തിനായി ഇറങ്ങുന്നു. എല്ലാം കൂടി ഒറ്റക്കേറിയ ഒരു വെട്ടല്ല, കൃത്യമായ നിയമ നടപടികളിലൂടെയാണ് അന്നും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അന്ന് യുദ്ധത്തിൽ പരാജയപ്പെടുന്ന പാർട്ടിക്കാർ ഏത് ഭാഗത്ത് ആരാണോ പരാജയപ്പെടുന്നത് അവരിൽ നിന്നും സ്വത്ത് പിടിച്ചു വെക്കുകയും അവരിലെ ആളുകളെ പിടിച്ചു വെക്കുകയും അവരെ ഈ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം സാധാരണ രീതിയിൽ ആരാണോ പിടിക്കപ്പെടുന്നത്, ആരാണോ പിടിക്കുന്നത് അവരുടെ അടിമയായി ആശ്രിതരായി കഴിയണമെന്ന നിയമം അന്ന് എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. മുശ്രിക്കുകൾക്കിടയിലും ഉണ്ടായിരുന്നു, മുസ്ലിമീങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. അതൊരു യുദ്ധ നിയമമായിരുന്നു. ആ യുദ്ധ നിയമമാണ് അന്ന് ഇസ്ലാമിലും ഉണ്ടായിരുന്നത് പോലെ അന്ന് ആ പ്രാദേശികമായിട്ടുണ്ടായിരുന്ന യുദ്ധ നിയമമാണ് അന്ന് ഇസ്ലാമും കണക്കാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റുള്ള മതങ്ങളെക്കാൾ ഉപരിയായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ത് ചെയ്തു? ഈ യുദ്ധത്തിൽ പിടിക്കുന്ന ആളുകളെ, യുദ്ധത്തിൽ പിടിക്കുന്ന അടിമകളായി പിടിക്കുന്ന ആളുകളെ മോചിപ്പിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള വലിയ പ്രതിഫലം നൽകുകയും അതിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായിരുന്ന മുഴുവൻ അടിമകളടക്കം സ്വതന്ത്രരാവുകയും ചെയ്തിട്ടുള്ളതാണ് ചരിത്രം. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ അടിമ സമ്പ്രദായമൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുകയും അതൊക്കെ കൃത്യമായി പ്രചരിപ്പിക്കുകയും പറയേണ്ടതായ അവസരങ്ങളിൽ നമ്മൾ പറയുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് തിരിച്ചു വിഷയത്തിലേക്ക് വരാം. UN അംഗീകരിച്ച മനുഷ്യാവകാശ നിയമങ്ങളിൽ ഒന്ന് മനുഷ്യൻ ജന്മന സ്വതന്ത്രനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ തരത്തിലും അവർക്ക് തുല്യമായ അവകാശങ്ങളുണ്ട്. ജോലി ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ, ജീവിക്കാൻ, വസ്ത്രം ധരിക്കാൻ, വീടുണ്ടാക്കാൻ, സമ്പാദിക്കാൻ എല്ലാം തുല്യമായ അവകാശമാണ് മനുഷ്യൻ എന്ന നിലക്കുള്ളത്. മൂന്നാമതായി ജീവനും സ്വത്തിനുമുള്ള അവകാശം. സമ്പാദിച്ചു വെച്ചതായ സ്വത്തുക്കൾ അന്യർ കൊള്ളയടിച്ചു പോകാതെ സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശവും മനുഷ്യാവകാശ നിയമമായി എണ്ണപ്പെട്ടതിൽ ഉള്ളതാണ്. നാലാമതായി നിയമത്തിന് മുന്നിൽ തുല്യമായ അവകാശം. അഞ്ചാമതായി ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും അവകാശം. ഇതൊക്കെയാണ് മനുഷ്യാവകാശ നിയമമായി പ്രധാനപ്പെട്ടതായി UN അംഗീകരിച്ചതായ 5 നിയമങ്ങൾ. യഥാർത്ഥത്തിൽ ലോകത്താദ്യമായി ഒരു മനുഷ്യനായി ജീവിക്കാൻ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയത് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹിജ്റാബ്ദം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ AD 632 അതായത് 1948 UN ഈ വിഷയം അംഗീകരിക്കുന്നതിന് 1316 വർഷങ്ങൾക്ക് മുൻപേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖിയാമത്ത് നാൾ വരെ ഇനി വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുന്ന നിയമസംഹിതമായിട്ടുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകനായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം 3-4 മാസങ്ങൾക്ക് മുമ്പല്ല, 1316 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തലക്കെട്ടിൽ, ഒരു പ്രധാന ഹെഡിങ്ങിൽ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ വലിയ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഹെഡിങ് ഇതാണ്: ഒരേ ഒരു റബ്ബ്, ഒരൊറ്റ ജനത എന്നായിരുന്നു ഹെഡിങ്. ആ ഹെഡിങ്ങിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്
അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇനി വരാനിരിക്കുന്നതായ ഇസ്ലാം രാഷ്ട്രം കടന്നു ചെല്ലുന്നതായ ഏത് രാജ്യത്തുള്ള മനുഷ്യനാണെങ്കിലും, മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്നവനാണെങ്കിലും, മറ്റുള്ള മതക്കാരുടെ എല്ലാം മിംഗ്ലിംഗായി കൂടിക്കലർന്ന് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒരേ ഒരു റബ്ബ് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഒരാൾ തന്നെയാണ്. അറബിയുടെയും റബ്ബ് ഒരാൾ തന്നെയാണ്. അനറബിയുടെയും റബ്ബ് ഒരാൾ തന്നെയാണ്. മലയാളിയുടെയും റബ്ബ് ഒരേ ഒരു റബ്ബ് തന്നെയാണ്. ഏകനായ അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ റബ്ബ്. വ ഇന്ന അബാക്കും വാഹിദുൻ, അല്ലയോ മനുഷ്യ, നിങ്ങളുടെ പിതാവും ഒരേ ഒരാൾ തന്നെയാണ്. ആദമിന്റെ സന്തതികളാണ് നിങ്ങൾ മുഴുവനുമായിട്ടുള്ളത്. അലാ ലാ ഫളല അലാ ലിഅറബിയിൻ അലാ അജമി, ഒരു അജമിയായ അനറബിയായതായ കാട്ടു മനുഷ്യനായിട്ടുള്ളതായ ഒരു അനറബിയായ മനുഷ്യനേക്കാൾ ഒരു പദവിയും അറബിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു അജമിയായ മനുഷ്യന് അറബിയേക്കാളും പദവിയില്ല. വലാലി അഹ്മറ അലാ അസ്വദ, ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലോ കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലോ യാതൊരു പരിഗണനയും അല്ലാഹുവിന്റെ അടുക്കലില്ല. ഇല്ലാ ബിത്തഖ്വാ, എന്നാൽ അത് തീരെ ഇല്ല എന്നല്ല, ഇല്ലാ ബിത്തഖ്വാ, തഖ്വയുള്ള മനുഷ്യർ, ആ മനുഷ്യർ അവർ ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും പരിഗണിക്കപ്പെടേണ്ടവരുമാണ്. ഈ തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ അല്ലാഹുവിന്റെ അടുക്കൽ, പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ അടുക്കൽ പ്രത്യേക പദവിയൊന്നുമില്ല എന്ന് വമാ യന്തിഖു അനിൽ ഹവാ ഇല്ലാ വഹയ്യുഹാ എന്ന അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, പടച്ചവൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നില്ല. അപ്പോ ഈ നിയമം അല്ലാഹുവിന്റെ നിയമമാണ്, അല്ലാഹുവിന്റെ നിയമമാണ്. ഒരു മനുഷ്യന് എല്ലാ തുല്യമായ അവകാശങ്ങളും, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യക്കാരനാകട്ടെ അറബിയാകട്ടെ അനറബിയാകട്ടെ, അല്ലാഹുവിന്റെ അടുക്കൽ തുല്യമായ പദവി തന്നെയാണ്. ഇല്ലാ ബിതഖ്വല്ലാഹ്, തഖ്വയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു തആല പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഹദീസ് പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും തഖ്വയുള്ള മനുഷ്യന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. കൃത്യമായി പള്ളിയിൽ പോയി 5 വക്ത് നമസ്കരിക്കുന്ന മനുഷ്യൻ, വെള്ള വസ്ത്രം ധരിച്ച് ഔറത്ത് മറച്ചു നടക്കുന്ന മനുഷ്യൻ, അങ്ങാടികളിൽ കൂടി മടിക്കുത്ത് കുത്താതെ കൃത്യമായി ഔറത്ത് മറച്ചു നടക്കുന്ന മനുഷ്യൻ, കൃത്യമായി സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യൻ, കൃത്യമായി എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന മനുഷ്യൻ, ദിക്ർ സ്വലാത്തുകൾ ചൊല്ലുന്ന മനുഷ്യൻ, അങ്ങനെ തഖ്വയിലൂടെ ജീവിതം നയിക്കുന്നതായ ഒരു മനുഷ്യന് നിങ്ങളുടെ കൂട്ടത്തിൽ ചില പ്രത്യേക പദവി ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് പള്ളിയിൽ കൃത്യമായി പോകുന്ന, വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന, തലമറച്ച് നടക്കുന്ന, താടി വളർത്തുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന സത്യസന്ധനായ ഒരു മനുഷ്യൻ, അവൻ നിങ്ങളുടെ നാട്ടിലെ പ്രമുഖനാണ്, ആദരിക്കപ്പെടേണ്ടവനാണ്. അവൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കേണ്ടതാണ് എന്നുള്ളതായ വലിയ ഒരു നിർദ്ദേശമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതല്ല നമ്മുടെ വിഷയം തുല്യത, മനുഷ്യന്റെ നിയമ അവകാശങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. ഡിസംബർ 10 അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയതാണ്. നമ്മുടെ നാടുകളിൽ, നമ്മുടെയൊക്കെ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞു നിന്നതാണ് മനുഷ്യന്റെ അവകാശങ്ങളെ പറ്റിയിട്ടുള്ളതായ സന്ദേശങ്ങൾ. പക്ഷേ ആ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ, നിങ്ങളെ എല്ലാവരെയും ഒരേ പുരുഷനിൽ നിന്നും ഒരേ സ്ത്രീയിൽ നിന്നും പടക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളെ പലതരത്തിലുള്ളതായ രാജ്യക്കാരും വിഭാഗക്കാരും കുടുംബക്കാരും നിറത്തിലും ആകൃതിയിലുമുള്ളവരാക്കി തീർത്തത് ലിതആറഫൂ, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിപ്പോ തിരിച്ചറിയാതിരുന്നാൽ കുഴപ്പമെന്താ? എല്ലാ
എല്ലാവരും ഒരുപോലെയായി, എല്ലാവരുടെയും മുഖം ഒരുപോലെ. ചൈനക്കാരും നേപ്പാളുകാരും അങ്ങനെയുള്ള ചില രാജ്യക്കാര് നമ്മൾ കാണുമ്പോൾ അവരെ ഒരുപോലെ തോന്നുമെങ്കിലും ആ നാട്ടുകാർക്ക് എല്ലാവരും വ്യത്യസ്തരാണ്. അവർ സുപരിചിതരായതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ ആയിരുന്നാൽ എന്താണ് കുഴപ്പം? നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയൊരു പ്രതിസന്ധിയായി മാറും. നമ്മൾ ഒരാൾക്ക് പൈസ വായ്പ കൊടുത്തു, എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്, ഒരുപോലെയാണ് നടക്കുന്നത്, ഒരേ മുഖമാണ്, ഒരേ സംസാരമാണ് ഒക്കെയാണെങ്കിൽ നമ്മൾ ആർക്ക് കൊടുത്തു എന്ന് വരും. നമ്മുടെ സമ്പത്തിന് സംരക്ഷണമില്ലാതായി മാറും. നമ്മുടെയൊക്കെ കുടുംബ പരമ്പരകളിൽ സംശയം തോന്നുന്ന രീതിയിലുള്ള കുടുംബങ്ങളായിട്ട് മാറും. കാരണം എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണെങ്കിൽ, എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെയാണെങ്കിൽ, എല്ലാ കുട്ടികളും ഒരുപോലെയാണെങ്കിൽ ആരാരുടെ ഭാര്യ, ആരാരുടെ ഭർത്താവ്, ആരാരുടെ മക്കൾ എന്ന രീതിയിൽ ഈ ഭൂമിയിലുള്ളതായ സന്തുലിതാവസ്ഥ, മനുഷ്യന്റെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരും. അതുകൊണ്ട് പടച്ചവൻ എന്ത് ചെയ്തു? ലിതആറഫു, നമ്മളെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഓരോ കുടുംബക്കാരായി മാറ്റി, ഓരോ മുഖമുള്ളവരാക്കി മാറ്റി, ഓരോ പ്രത്യേകമായ നടത്തമുള്ളവരാക്കി മാറ്റി. നമ്മളൊക്കെ ചിലപ്പോൾ തിരിഞ്ഞു നടക്കുമ്പോൾ ദൂരെ നിന്ന് മനസ്സിലാകും, ആ വരുന്നത് എന്റെ വാപ്പയാണ്, ആ വരുന്നത് എന്റെ ഭാര്യയാണ്. ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിച്ച്, കറുത്ത പർദ്ദ ധരിച്ച് നമ്മുടെയൊക്കെ ഭാര്യമാര് ഒരു കൂട്ടത്തിൽ നിന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ നടത്തം കണ്ടാൽ, ആ ഇരുത്തം കണ്ടാൽ അത് എന്റെ ഭാര്യയാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ പടച്ചവൻ പറഞ്ഞത് എല്ലാവരും പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, പടച്ചവന്റെ അടുക്കൽ ഏറ്റവും മാന്യനാരാണെന്നറിയുമോ? പടച്ചവന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യനാരാണെന്നറിയുമോ? പടച്ചവൻ ആര് ദുആ ചെയ്താലാ സ്വീകരിക്കുന്നതെന്നറിയുമോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി നിസ്കരിച്ചു പോരുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, കൃത്യമായി പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ്, തഖ്വയിലൂടെ ജീവിതം നയിക്കുന്നവനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, വെളുവെള വസ്ത്രം ധരിച്ചുകൊണ്ട് വില കൂടിയതായ വാഹനത്തിൽ സഞ്ചരിച്ചു വന്നാൽ, ഏറ്റവും മുന്തിയതായ സുഗന്ധം പൂശി വന്നാൽ, ഏറ്റവും മുന്തിയ വിലപിടിപ്പുള്ളതായ വാച്ച് ധരിച്ചു വന്നാൽ, വസ്ത്രം ധരിച്ചു വന്നാലൊന്നും പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യതയില്ല. അള്ളാന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളത് ദുആയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, എന്ത് പറഞ്ഞാലും പടച്ചവൻ സ്വീകരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവരെ മാത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. തഖ്വയുള്ളവരെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്, അവരെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും കറുകറുത്തവനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനെയും രണ്ടാം ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പരിചയപ്പെടുത്തിയത് സയ്യിദുനാ എന്നാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരെ പറ്റി പറഞ്ഞു, അബൂബക്കർ സയ്യിദുനാ വഅതഖ സയ്യിദിനാ, അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ സയ്യിദാണ്, ഞങ്ങളുടെ മറ്റൊരു സയ്യിദിനെ അടിമമോചനം നടത്തിയതായ മനുഷ്യനുമാണ്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാണ്? റസൂലുള്ള കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് പിന്നീട് കടന്നു ചെല്ലുന്ന മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ പദവിയിൽ വളരെ താഴെയുള്ളതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരുടെയും ജീവിതത്തിലുള്ളതായ സൂക്ഷ്മതയും തഖ്വയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യപ്രദമായതുകൊണ്ട് അവരെ എല്ലാവരെയും ഒരേ ലെവലിൽ നിർത്തി സയ്യിദിനാ അബൂബക്കർ സയ്യിദിനാ വഅതഖ സയ്യിദിനാ, അബൂബക്കർ ഞങ്ങളുടെ സയ്യിദാണ്, ഞങ്ങളുടെ മറ്റൊരു നേതാവിനെ ഇത്ഖ് ചൊല്ലിയ അടിമമോചനം നടത്തിയതായ ഒരു നേതാവും കൂടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തുല്യ പദവി നൽകിയെങ്കിൽ നമ്മുടെയൊക്കെ കൂട്ടത്തിലും അങ്ങനെയുള്ള പദവിയുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ UN അംഗീകരിച്ചതായ മനുഷ്യാവകാശ നിയമങ്ങൾ 1316 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും, നിശ്ചയമായും നിങ്ങളുടെ രക്തം, വഅംവാലക്കും നിങ്ങളുടെ സമ്പത്ത്, വഅഅറാദക്കും നിങ്ങളുടെ അഭിമാനവും. അവിടെയാണ് നമ്മുടെ പോയിന്റ്. UN അംഗീകരിച്ചെന്താ? നമ്മുടെ സമ്പത്തും നമ്മുടെ രക്തവും ആണ് UN അംഗീകരിച്ചതെങ്കിൽ ഇസ്ലാം ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, വഅഅറാദക്കും ലക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ അഭിമാനം കൂടി
നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങൾക്ക് പരസ്പരം നിഷിദ്ധമാണ്, നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? കറുത്തൊരു നീഗ്രോ മനുഷ്യനാണ്, കറുത്ത പെണ്ണിന്റെ മകനായി ജനിച്ച ആളാണ്, അടിമവർഗത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നു. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു മഹാനായ സ്വഹാബി, രണ്ടുപേരും മഹാന്മാർ തന്നെയാണ്. ഒരിക്കൽ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വളരെ ഒരു തമാശക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കി, യബ്ന ഉമ്മ സൗദാ, ഓ കറുത്ത പെണ്ണിന്റെ മോനെ, കറുത്തവനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ മനസ്സിന് വല്ലാതെ കൊണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ചെന്നിട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്നെ കറുമ്പ എന്ന് വിളിച്ചതിനെ പറ്റി പരാതി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ മജ്ലിസിലേക്ക് വിളിക്കുകയാണ്. പരാതിക്ക് പരിഹാരം കാണാൻ റസൂലുള്ളാഹി തങ്ങൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ ആ കുലത്തിൽ ആ സമൂഹത്തിൽ സ്വഹാബാക്കളിൽ വളരെ മാന്യനായ പ്രസിദ്ധനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും ഒരാളെ ഇത്തരത്തിൽ ആക്ഷേപിച്ചു പറയാത്ത രീതിയിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയത്തുൻ, അല്ല അബൂ ദർദായെ, നിങ്ങൾ നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ആ ജാഹിലിയത്ത് ഇതുവരെ പോയിട്ടില്ലല്ലേ? നിങ്ങൾ നല്ല മനുഷ്യനാണ്, പക്ഷേ നിങ്ങളിൽ ഉണ്ടായ ആ ജാഹിലിയത്ത് അത് നിങ്ങൾ ഇന്ന് പോയിട്ടില്ലല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർദായിനോട് ചോദിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹു കാര്യം അന്വേഷിച്ചു മനസ്സിലായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നോട് അങ്ങനെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ഫതറഹ അബൂ ദർദാ റഅസഹു, അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു തന്റെ തലയെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചു, തന്റെ മുഖത്തിനെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചു. ഫീ ത്വരീഖി ബിലാൽ, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്ന നേരത്ത് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു തന്റെ തലയെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, വല്ലാഹി യാ ബിലാൽ ലാ അർഫഉ ഖദ്ദി അല തുറാബ്, ബിലാലേ, ബിലാൽ എന്നവരെ എന്റെ മുഖത്തിനെ ഞാൻ ഈ മണ്ണിൽ നിന്നും ഉയർത്തില്ല ബിലാൽ, ഹത്താ തതഅഹു ബിരിജ്ലിക, അങ്ങയുടെ കാല് കൊണ്ട് എന്റെ തലയിൽ എന്റെ ആ തലക്കനമൊന്നു മാറാൻ, അങ്ങയെ ആക്ഷേപിച്ചതിന്റെ തലക്കനമൊന്നു മാറാൻ, അങ്ങയുടെ പൊരുത്തം കിട്ടാതെ എന്റെ തല ഈ മണ്ണിൽ നിന്നും ഞാൻ ഉയർത്തില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഈയുടെ അടിസ്ഥാനമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫതഹിന്റെ അന്ന്, ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് പ്രിയപ്പെട്ട സ്വഹാബ എന്ന് വിളിച്ചുകൊണ്ട് ലോക വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ രക്തം നിങ്ങളുടെ മേൽ ഹറാമാണ്, നിങ്ങളുടെ സഹോദരന്റെ രക്തം നിന്റെ മേൽ ഹറാമാണ്, അവന്റെ സമ്പത്തും നിനക്ക് ഹറാമാണ്, അവന്റെ അഭിമാനവും നിനക്ക് ഹറാമാണ്. ഒരാളെയും വെറുതെ നീ പരിഹസിക്കാൻ പാടില്ല, ഒരാൾക്കെതിരെയും നീ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാൻ പാടില്ല, ഒരാൾക്കെതിരെയും നീ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ പാടില്ല, ഒരാളെയും നീ ആക്ഷേപിച്ച് പറയാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരൻ ആരാകട്ടെ, ആരുമാകട്ടെ, സയ്യിദാകട്ടെ, തങ്ങളാകട്ടെ, ഏത് രീതിയിൽ ജീവിക്കുന്നവനാകട്ടെ, ഏത് പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നവനാകട്ടെ, ഒരാളെയും നീ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന യൗമിക്കും കമിത്ലി യൗമിക്കും ഹാദാ, ഇന്നേ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ പ്രദേശത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്, നിഷിദ്ധമാണ് എന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് പല പല ജാതികൾ, പല പല സമൂഹങ്ങൾ, പല പല വർഗങ്ങൾ, പല പല രാജ്യക്കാർ, രാജ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം 1948, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷമാണ് UN ഒരുമിച്ച് കൂടി അന്ന് പാരീസിൽ വെച്ച് ഒരു തീരുമാനമുണ്ടാക്കി, മനുഷ്യന്മാർക്ക് ഇവിടെ എല്ലാ രാജ്യത്തും വിദ്യാഭ്യാസം നേടിയും സ്വത്ത് സമ്പാദിച്ചുമൊക്കെ ജീവിക്കാനുള്ള
അവകാശങ്ങൾ നൽകണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ മക്കൾ മറ്റുള്ള വിദേശ രാജ്യങ്ങൾ കാനഡയിലും UK-യിലൊക്കെ പോയി വിദ്യാഭ്യാസം പഠിക്കാനും സമ്പാദിക്കാനും ഒക്കെ സൗകര്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി ആളുകൾ ജോലിയെടുക്കുന്നതും സമ്പാദിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്ത് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതും ഒക്കെ അവകാശങ്ങളുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ തടയാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ദീൻ മുൻപേ പ്രഖ്യാപിച്ചു വെച്ചതാണ്. ഈ പ്രഖ്യാപനം ഒന്നുകൂടി കൃത്യമായി നിയമസംഹിതത്തിലായി നിയമപരമായി അംഗീകരിക്കുകയാണ് UN ചെയ്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി തുല്യ നിയമം എന്നുള്ളൊരു സംഗതി കൊണ്ട് തുല്യ നിയമം, എല്ലാവർക്കും ഒരേ നിയമം. അതായത് ഒരു രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കപ്പെട്ടാൽ പിന്നെ മതം നോക്കാൻ പാടില്ല, പിന്നെ രാഷ്ട്രീയം നോക്കാൻ പാടില്ല, പിന്നെ സ്ഥലങ്ങൾ നോക്കാൻ പാടില്ല. അവന് കൃത്യമായ നിയമങ്ങൾ അത് പാലിക്കപ്പെടേണ്ടതാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, നമ്മളൊക്കെ വലിയ അഭിമാനത്തോടെ ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു കേരളക്കാരനാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ അവകാശങ്ങൾ ഒരു ഭാഗത്ത് ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ചില വോട്ടുകളുടെ പേരിൽ നമ്മുടെയൊക്കെ അവകാശങ്ങളെ തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്ന രാഷ്ട്രീയക്കാരനാണല്ലേ, എന്നാൽ അവന്റെ വീടിൻ നമ്പർ ഇടാൻ അല്പം താമസം വരുത്തട്ടെ. പഞ്ചായത്ത് മുതൽ അവൻ താമസിക്കുന്ന വാർഡ് മുതൽ ഓരോരുത്തർക്കും അവകാശങ്ങൾ തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവകാശങ്ങൾ തടയാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായ നിയമങ്ങൾ വേണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടായാൽ ഒരു പ്രത്യേക വിഭാഗക്കാരെ പിടിച്ചുകൊണ്ടുപോയി UAPA ചുമത്തി കാരാഗ്രഹത്തിൽ അടയ്ക്കുക. ചില പ്രത്യേക വിഭാഗക്കാർ അവരെന്ത് ചെയ്താലും പിടിക്കപ്പെട്ടതിന്റെ 2-ാം നാൾ മാനസിക രോഗിയായി പുറത്തേക്ക് വിട്ടുകൊടുക്കുക. ഇത്തരത്തിലുള്ള നിയമങ്ങളല്ല ഒരു മനുഷ്യന്റെ അവകാശമായി. ഇത് ഇസ്ലാം പറയുന്നതല്ല, ഇത് മുസ്ലിം പറയുന്നതല്ല, ഇത് ലോക ഐക്യരാഷ്ട്ര സംഘടന, ഈ ലോക രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ചെഴുതിയ തീരുമാനമാണ്. ഈ രാജ്യത്ത്, ഈ ലോകത്ത് ജീവിക്കുന്നവന് അവൻ എവിടെ ജീവിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങളിൽ തുല്യമായ അവകാശങ്ങൾ ഉണ്ടാകണം. മുസ്ലിം ആകട്ടെ, അവൻ അവിശ്വാസിയാകട്ടെ, അഹിന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, തുല്യമായ അവകാശം ഉണ്ടാകണമെന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുള്ള നിയമമാണ്. ആ നിയമത്തിൽ, തുല്യ സ്വാതന്ത്ര്യത്തിൽ ഈ പരിശുദ്ധമായ നാട്ടിൽ നമുക്കൊക്കെ ആരാധനാ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാൻ പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.